ഓപ്പറേഷൻ ബ്ലാക്ക് ടൊർണാഡോ. ആ സമയത്ത് ഞാൻ ഡെപ്യൂട്ടേഷൻ്റെ ഭാഗമായി NSGയിലായിരുന്നു സർവീസ് ചെയ്തിരുന്നത്. 264 ആൾക്കാർ മരിക്കുകയും 600 പരം ആൾക്കാർക്ക് പരിക്കേറ്റുകയും ചെയ്ത ഓപ്പറേഷനായിരുന്നു അത്. ലഷ്കർ ഇ തോയ്ബയുടെ 10 തീവ്രവാദികൾ മുംബൈയിലേക്ക് വരികയും അവിടെ നിന്ന് സാധാരണക്കാരായ ജനങ്ങളടക്കെ കൊന്നൊടുക്കിക്കൊണ്ട് മുന്നേറുന്നതിനിടയിൽ അവസാനമായിട്ട് ഓബറോയ് ഹോട്ടലിൽ ഒളിച്ചിരുന്ന 2 തീവ്രവാദികളെ വധിക്കുന്നതിനിടയിൽ വെച്ചിട്ടാണ് എനിക്ക് പരിക്ക് പറ്റുന്നത്. രാജ്യം മുൾമുനയിൽ നിന്ന നിമിഷം. മുംബൈ ഒബ്രോയ് ട്രൈഡൻ ഹോട്ടലിൽ ഭീകരർ മനുഷ്യജീവനുകളെ കൊന്നൊടുക്കുന്നു. ജീവൻ മറന്ന് ഭീകരരെ നേരിടുന്നതിനിടയിൽ ഗ്രനേഡ് വീണാണ് NSG കമാൻഡോ PV മനേഷിന് ഗുരുതരമായി പരിക്കേറ്റത്. 1 വർഷത്തോളം സംസാരിക്കാൻ കഴിയാതെ കോമയിലായിരുന്നു. ഇന്നിപ്പോൾ 28 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം മദ്രാസ് റെജിമെന്റ് സെന്ററിൽ നിന്നും ശൗര്യചക്ര PV മനേഷ് വിരമിക്കുകയാണ്. വിരമിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഒരു യൂണിഫോം അഴിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ ജീവിതവും സൈന്യവും അതേപോലെ തന്നെ നമ്മുടെ ദേശസ്നേഹത്തിൻ്റെ പരമായിട്ടുള്ള പല കാഴ്ചപ്പാടുകളുടെയും മുന്നോട്ട് പോകാനാണ്. സൈനിക യൂണിഫോം അഴിച്ചെങ്കിലും രാജ്യത്തിനായി പുതുതലമുറയെ വാർത്തെടുക്കുന്ന തിരക്കിലാണ് മനേഷ്. ഒരു മനേഷിന് ചെയ്യാൻ വേണ്ടി പറ്റാത്തത് മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കണം, അല്ലെങ്കിൽ ഇനിയൊരു അതിനേക്കാൾ മൂല്യത്തോടുകൂടി ഉണ്ടാവണം എന്നുള്ള അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ നാട്ടിൽ, എൻ്റെ അഴീക്കോട് എന്ന് പറയുന്ന എൻ്റെ ഗ്രാമത്തിൽ ഞാൻ കുറച്ച് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കും. ഇന്ന് അഭിമാനത്തോട്ട് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ഭീകരരെ ധീരമായി നേരിട്ട മകന്റെ പോരാട്ട വീര്യത്തിൽ അമ്മയ്ക്കും അഭിമാനം. കൈക്കും കാലിനും എല്ലാം ഇത് ആയിട്ടും എൻ്റെ മോന് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ കണ്ട് എപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ രാജ്യസേവനം അനുഷ്ഠിച്ചു. വരുന്നവരും പോകുന്നവരും എല്ലാം പറയും, അമ്മയുടെ മകൻ്റെ സ്നേഹവാത്സല്യം കൊണ്ടുള്ളതല്ലേ ഇതെല്ലാം കാണുന്നത്. അത് മാത്രമാണ്, ഇത് തന്നെയാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ എനിക്ക് അഭിമാനം കൊള്ളുന്നതാണ് ഇതെല്ലാം കാണുന്നത്. ഇന്നത്തെ അച്ഛൻ്റെ മകനായി ജനിക്കാൻ വേണ്ടി എനിക്ക് അഭിമാനമുണ്ട്. ലഹരിക്കടിമകളാകുന്ന യുവതലമുറയെ പിന്തിരിപ്പിച്ച് ആരോഗ്യമുള്ള സമൂഹമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് മനേഷ്. ഒപ്പം രാജ്യത്തിനായി സേവനമനുഷ്ഠിക്കാനുള്ള കരുത്തും പകർന്നു നൽകുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ. ഞാൻ ആലോചിക്കായിരുന്നു, 1 വർഷത്തോളം കോമയിൽ കിടന്ന മനുഷ്യൻ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരുന്നു. അമ്മ കണ്ണ് നിറഞ്ഞുകൊണ്ട് പറയുന്നത് ഇതൊക്കെ കാണാൻ കഴിയുന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ അഭിമാനമെന്നാണ്. അപ്പോൾ മകൻ ഒരു രാജ്യത്തിന് വേണ്ടി, നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി തൻ്റെ ജീവൻ പോലും ബലി നൽകാൻ തയ്യാറായി മുന്നിട്ടിറങ്ങിയപ്പോൾ അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിനെയൊക്കെ അഭിമാനത്തോടെ കാണുന്ന അമ്മ. ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇന്നൊക്കെ ഇങ്ങനെ നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുന്ന MDMA അടക്കമുള്ള കേസുകളിൽ പെട്ട് എത്രയോ ചെറുപ്പക്കാർ അവരുടെ അച്ഛനമാർ അനുഭവിക്കുന്ന ഒരു തരത്തിൽ പറഞ്ഞാൽ അപമാനം, മാനസിക വിഷമം, അല്ലേ? അതെത്രയാണ്. ഇപ്പോൾ ഈ അമ്മയുടെ അഭിമാനമാണ് സത്യം പറഞ്ഞാൽ. അങ്ങനെയുള്ള അഭിമാനമാണ് അച്ഛനമാർക്ക് വേണ്ടത്. ഫെലിക്സ് നമ്മളോട് പറയും കാര്യങ്ങൾ. ഫെലിക്സ്, എന്തായാലും അദ്ദേഹം ധീരമായി തന്നെ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് അതിജീവിച്ചതെന്നൊക്കെ. ആ ചിരിയോടുകൂടി അദ്ദേഹം കൂടുതൽ ആളുകളെ സൈന്യത്തിലേക്കൊക്കെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നതും വലിയ കാര്യമാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാവിയിൽ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ? PV മനേഷിന്റെ ജീവിതം അക്ഷരാർത്ഥത്തിൽ രാജ്യത്തിനായി സമർപ്പിക്കപ്പെട്ടതാണെന്ന് പറയാം. നമുക്കറിയാം, 2008 മുംബൈ ഭീകരാക്രമണം, നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ ഒരു സംഭവത്തിൽ ഭീകരരെ നേരിടാൻ അന്ന് NSG കമാൻഡോയായ PV മനേഷിനെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു. അങ്ങനെയാണ് അവിടെ എത്തുന്നത്. അതൊരു ട്രൈഡൻറ്റ് ഹോട്ടലിൽ ആണ് ഈ മനേഷിന് അവിടെ ദൗത്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയ സമയത്ത് അവിടെ ഭീകരർ ഇങ്ങനെ ആളുകളെ കൊന്നൊടുക്കുന്ന സമയത്താണ് ഭീകരരെ നേരിടാൻ തൊട്ടടുത്തേക്ക് മനേഷ് എത്തുന്നത്. ആ സമയത്താണ് ഗ്രനേഡ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ വീഴുന്നത്. അപ്പോൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഹെൽമെറ്റ് ഉണ്ടായാലും അത് വലിയ സ്ഫോടനമായിരുന്നു. അങ്ങനെയാണ് ഈ തലയ്ക്കുള്ളിലേക്ക് ഗ്രനേഡിൻ്റെ ചീളുകൾ തുളച്ചു കയറുന്നത്. അങ്ങനെയാണ് പരിക്കേൽക്കുന്നത്. ഭീകരരെ കൊല്ലാൻ സാധിച്ചു. അങ്ങനെ പരിക്ക് പറ്റി 1 വർഷത്തോളം ഈ മനേഷ് കോമയിലായിരുന്നു. അതായത് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ. പിന്നീടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോഴും ഇപ്പോഴും ശരിക്കും നടക്കാനൊന്നും കഴിയില്ല. അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ രാജ്യസ്നേഹം അത് ഏറ്റവും ശക്തമായി മനസ്സിലുള്ളൊരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ശാരീരിക അവശതകൾ ഉള്ളപ്പോഴും ഈ അഴീക്കോടാണ് അദ്ദേഹത്തിൻ്റെ വീട്. അതിനോട് ചേർന്നുള്ള ചാൽ ബീച്ചിൽ എല്ലാ ദിവസവും പുലർച്ചെ 5 മണിക്ക് സൗജന്യമായി ഈ സൈന്യത്തിലേക്ക് സേവനമനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള പരിശീലനം കുട്ടികൾക്ക് നൽകുന്നു എന്നതാണ്. അപ്പോൾ ധാരാളം കുട്ടികളുണ്ട് അവിടെ. 89 പേരെ ഇതിനോടകം തന്നെ സൈന്യത്തിലേക്ക് അയക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും
സന്തോഷകരമായ കാര്യം. ഇപ്പോഴും ധാരാളം പേർ അവിടെ പരിശീലനത്തിനായി രാവിലെ എത്തുന്നുണ്ട്. അവർക്ക് വളരെ സൗജന്യം. നമുക്കറിയിപ്പോൾ സൈനികത്തിലേക്കുള്ള പരിശീലനമൊക്കെ പണം വാങ്ങിയാണ് പലരും നൽകുന്നത്. പക്ഷേ ഇത് പൂർണ്ണമായി സൗജന്യമായി എത്രയോ കുട്ടികളുണ്ട്, അവർക്കൊക്കെ തന്നെ നൽകാൻ തയ്യാറായ ഒരു മനസ്സിന്റെ ഉടമ കൂടിയാണ്. അപ്പോൾ ധീരനായ ഒരു മനുഷ്യനാണ്. പാതയിലൂടെ അല്ലേ ഒരുപാട് യുവാക്കൾ നമ്മുടെ രാജ്യ സംരക്ഷണത്തിനും അല്ലെങ്കിൽ ആ ഒരു പരിശീലനം കിട്ടിയ ആ ഒരു അച്ചടക്കവും ഒക്കെ കിട്ടിയാൽ മറ്റു മേഖലകളിലുമൊക്കെ ശോഭിക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു യുവതലമുറയെ വളർത്താൻ പി വി മനീഷ് ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് പിന്തുണ നൽകാൻ മറ്റവിടുത്തെ സംവിധാനങ്ങൾക്കും തദ്ദേശ പഞ്ചായത്തുകൾ അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ കഴിയട്ടെ. ഈ അമ്മയുടെ അല്ലെങ്കിൽ പി വി മനീഷിൻ്റെ അമ്മ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ കണ്ണുകളോടെ പറയുന്ന ഈ അഭിമാനമാണ് അച്ഛനമ്മമാർക്ക് വേണ്ടത്. നമ്മൾ ഇന്ന് കാണുന്ന മറ്റ് സങ്കടപ്പെടുത്തുന്ന വാർത്തകൾക്ക് മക്കൾ അടിമപ്പെട്ടതല്ല.